രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ജയിലിൽ നിന്ന്. ഇന്നാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ അറസ്റ്റിലായത്. 16 ദിവസത്തിന് ശേഷമാണ്. മെൻസ് അസോസിയേഷനാണെന്ന് തോന്നുന്നു രാഹുലിന് വലിയ സ്വീകരണമൊക്കെ നൽകുന്നുണ്ട്. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായി 16-ാം ദിവസമാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പും ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അത് തടയുകയായിരുന്നു ചെയ്തിരുന്നത്. തെളിവുകൾ നശിപ്പിക്കരുത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ രാഹുലിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാഹുൽ ഈശ്വറിന് സ്വീകരണം നൽകുകയാണ് ജയിലിന് പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുകയായിരുന്നു. അതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ കേസിൽ അങ്ങനെ കണ്ടീഷൻ അങ്ങനെ പറഞ്ഞെന്നാണ് പ്രശാന്തൻ എടുത്തത്. ഉണ്ട് അങ്ങനെയാണ് പ്രശാന്ത് എന്നോട് പറഞ്ഞത്. ആ ഉണ്ട് വേറെ പറയണ്ട. ശരി ശരി ഓക്കെ ഓക്കെ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുകയാണ്. 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. ഒന്നാമത്തെ എൻ്റെ ബോധ്യം, നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല, വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും. വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല, ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. എന്നോട് ഇപ്പം പറയുന്നത് കേസിനെ കുറിച്ച് പറയരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. 2 പോയിന്റും കൂടെ. ആരോടും ഇതിൽ ദേഷ്യമില്ല, ആർക്കെതിരെയും പരാതിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് നിർദ്ദേശമുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് വ്യാഴാഴ്ച തന്നെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതിയാണെന്ന് എനിക്ക് പറയാമല്ലോ, കേസിനെ കുറിച്ചല്ല. ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിടാൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു കള്ളപ്പരാതി എടുത്തുകൂടെ? ഇനിയും വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഇപ്പോൾ ഒരു കാര്യം കൂടെ, നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്. അത് പോലീസിനെതിരെയാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു 4-1 എന്ന സുപ്രീം കോടതി വിധി മാറി.
അത് ശബരിമല കേസിലെയായിരുന്നു. അന്ന് ഞങ്ങൾ ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഈ തനിക്കെതിരായ പരാതി വ്യാജമാണ്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് വ്യാഴാഴ്ച തന്നെ തനിക്ക് ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ കളവ് പറഞ്ഞു, അതായത് പോലീസ് റിപ്പോർട്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജാമ്യം അന്ന് ലഭിക്കാതെ പോയത്. അത്തരത്തിൽ പ്രോസിക്യൂഷനെതിരെയും രാഹുൽ ഈശ്വർ ആരോപണം ഉന്നയിക്കുകയാണ്.